നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. നിർമ്മിത ബുദ്ധി അഥവാ എഐയുടെ കാലമാണിത്. ആഗോളതലത്തിൽ എഐ വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്ന കമ്പനിയാണ് എൻവിഡിയ. എന്നാൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയും എൻവിഡിയയും കൈകോർക്കുന്നു എന്ന് കേട്ടാലോ? ഈ ഒരൊറ്റ വാർത്ത കൊണ്ട് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഓഹരി വില ഒറ്റ ദിവസം കൊണ്ട് 16% ഉയർന്നത്. അതാണ് E2E നെറ്റ്വർക്ക്സ്. എന്താണ് ഈ സഖ്യമെന്നും ഇതിലൂടെ ഇന്ത്യയിലെ എഐ ഭാവി എങ്ങനെ മാറുമെന്നും നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പ്രമുഖ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ E2E നെറ്റ്വർക്ക്സ് ലിമിറ്റഡ് ആഗോള ചിപ്പ് ഭീമനായ എൻവിഡിയയുമായി ഒരു തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ എഐ ഫാക്ടറീസ് സ്ഥാപിക്കുക എന്നതാണ് ഈ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. സാധാരണ ഫാക്ടറികൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എഐ ഫാക്ടറികൾ വിവരങ്ങൾ അഥവാ ഡാറ്റ പ്രോസസ് ചെയ്ത് ഇന്റലിജൻസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനായി എൻവിഡിയയുടെ ഏറ്റവും അത്യാധുനികമായ എൻവിഡിയ ഹോപ്പർ ആർക്കിടെക്ചറിലുള്ള H100 GPUകളാണ് E2E നെറ്റ്വർക്ക്സ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷകർക്കും വലിയ കമ്പനികൾക്കും വളരെ കുറഞ്ഞ ചിലവിൽ ലോകോത്തര നിലവാരമുള്ള AI പ്രോസസ്സിംഗ് കരുത്ത് ഇനി നാട്ടിൽ തന്നെ ലഭ്യമാകും. ഈ വാർത്ത പുറത്തു വന്നതോടെ നിക്ഷേപകർ വലിയ ആവേശത്തിലാണ്. NSEയിൽ കമ്പനിയുടെ ഓഹരി വില 16% ഉയർന്ന് 3068 എന്ന നിലവാരത്തിലെത്തി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ഓഹരി മൾട്ടിബാഗർ റിട്ടേൺസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. E2E നെറ്റ്വർക്ക്സ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻവിഡിയ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ക്ലൗഡ് പ്രൊവൈഡർമാരിൽ ഒന്നായി മാറിയിട്ടുണ്ട്. എൻവിഡിയ AI എന്റർപ്രൈസ് സോഫ്റ്റ്വെയറുകൾ കൂടി ഇവർ നൽകുന്നതോടെ സങ്കീർണമായ AI മോഡലുകൾ വികസിപ്പിക്കുന്നത് വളരെ എളുപ്പമാകും. ഡാറ്റ സുരക്ഷയ്ക്കും വേഗതയ്ക്കും മുൻഗണന നൽകുന്നതിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശ ക്ലൗഡ് സേവനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇന്ത്യയെ ഒരു ആഗോള AI ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണിത്. എൻവിഡിയയുടെ സാങ്കേതിക വിദ്യയും E2Eയുടെ ഇന്ത്യൻ വിപണിയിലെ സ്വാധീനവും ചേരുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഗൂഗിളും ആമസോണും മൈക്രോസോഫ്റ്റും ഭരിക്കുന്ന ക്ലൗഡ് ലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ കമ്പനിയാണ് E2E നെറ്റ്വർക്ക്സ്. വെറും ഒരു കമ്പനിയല്ല, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്കും നിർമ്മിത ബുദ്ധി ഗവേഷകർക്കും താങ്ങാവുന്ന വിലയിൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് കരുത്ത് നൽകുന്ന പവർ ഹൗസ് ആണിത്. 2009 പ്രവർത്തനം ആരംഭിച്ച E2E നെറ്റ്വർക്ക്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിലൊന്നാണ്. NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലെ 10,000-ലധികം ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു. മിക്ക വിദേശ ക്ലൗഡ് കമ്പനികളും ഡോളറിൽ നിരക്ക് ഈടാക്കുമ്പോൾ E2E നെറ്റ്വർക്ക്സ് ഇന്ത്യൻ രൂപയിൽ വളരെ കുറഞ്ഞ ചിലവിൽ സേവനങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് AI, മെഷീൻ ലേണിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ ഉയർന്ന ശേഷിയുള്ള എൻവിഡിയ GPUകൾ ഇന്ത്യയിൽ ആദ്യമായി ക്ലൗഡിലൂടെ ലഭ്യമാക്കിയത് ഇവരാണ്. എന്തൊക്കെയാണ് ഇവരുടെ പ്രധാന സേവനങ്ങൾ എന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ എൻവിഡിയ H100, A100 GPUകൾ ഇവർ നൽകുന്നുണ്ട്. വെബ് ഹോസ്റ്റിംഗ് മുതൽ വലിയ ഡാറ്റാ ബേസുകൾ വരെ കൈകാര്യം ചെയ്യാനുള്ള ലിനക്സ്, വിൻഡോസ് നോഡുകൾ, വലിയ തോതിലുള്ള ഡാറ്റ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സംവിധാനം, വെബ്സൈറ്റുകളുടെ വേഗത വർദ്ധിപ്പിക്കാനും സൈബർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമുള്ള സാങ്കേതിക വിദ്യ എന്നിങ്ങനെയുള്ള സേവനങ്ങളാണ് പ്രധാനമായും ചെയ്യുന്നത്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ നട്ടെല്ലാണ് ഈ കമ്പനി. സൊമാറ്റോ, കാർദേക്കോ തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ കമ്പനികൾ അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ E2E നെറ്റ്വർക്ക്സിന്റെ ക്ലൗഡ് സേവനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഡാറ്റ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നു എന്നത് ഇവർക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. നിലവിൽ 5,874 കോടി രൂപ വിപണി മൂല്യമുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് E2E നെറ്റ്വർക്ക്സ്. കമ്പനി വലിയ തോതിൽ പുതിയ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ നിക്ഷേപം നടത്തുന്നതിനാൽ, അതായത് പ്രധാനമായും എൻവിഡിയ GPUകൾ വാങ്ങാനൊക്കെ നിക്ഷേപം നടത്തുന്നതിനാൽ നിലവിൽ ലാഭം കുറയുകയും PE റേഷ്യോ -613.35 നിലയിൽ നെഗറ്റീവായി തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കമ്പനിയുടെ കടബാധ്യതകൾ വളരെ കുറവാണ് എന്നത് ശ്രദ്ധേയമാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വെറും 0.1 മാത്രമാണ്. ഇത് സാമ്പത്തിക സുരക്ഷിതത്വത്തെ സൂചിപ്പിക്കുന്നു. മൂലധന വിനിയോഗത്തിലെ കാര്യക്ഷമത പരിശോധിക്കുമ്പോൾ ROC 8.08%, ROE 5.75% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പ്രൊമോട്ടർമാർക്ക് 40.3% ഓഹരി പങ്കാളിത്തമുണ്ട്. ബാക്കിയുള്ളവയിൽ റീറ്റെയിൽ നിക്ഷേപകർക്ക് 53.16% വിഹിതമാണുള്ളത്. മ്യൂച്വൽ ഫണ്ടുകളും വിദേശ നിക്ഷേപകരും സാന്നിധ്യം കമ്പനിയിൽ അറിയിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ AI സേവനങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ ഈ സാമ്പത്തിക സൂചകങ്ങളിൽ വലിയ പുരോഗതി കമ്പനി പ്രതീക്ഷിക്കുന്നു. മൂന്നാം പാദത്തിൽ കമ്പനിയുടെ വരുമാനത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു. പ്രവർത്തന വരുമാനം 70 കോടി രൂപയായി ഉയർന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 68% കൂടുതലാണ്. കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ തുടങ്ങിയതും ഗവൺമെന്റ് കരാറുകളും ഇതിന് കാരണമായി.
പ്രവർത്തന ലാഭം 120% വർദ്ധിച്ച് 39 കോടി രൂപയായി. പ്രവർത്തന ലാഭം വർദ്ധിച്ചിട്ടും കമ്പനി 5.7 കോടി രൂപയുടെ അറ്റ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത് ബിസിനസ് മോശമായതുകൊണ്ടല്ല എന്ന് CFO വ്യക്തമാക്കുന്നു. വലിയ തോതിൽ പുതിയ GPUകൾ വാങ്ങിക്കൂട്ടിയതോടെ നോൺ ക്യാഷ് കോസ്റ്റ് വർദ്ധിച്ചു. വിപുലീകരണത്തിനായി ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് എന്നിവയിൽ നിന്നെടുത്ത വായ്പകളുടെ പലിശ ചിലവും ഉയർന്നു. കമ്പനിയുടെ ഭാവി വളർച്ചയുടെ പ്രധാന ഘടകമാണിത്. ചെന്നൈയിൽ 1024 B200 GPUകൾ കമ്പനി സ്വീകരിച്ചു കഴിഞ്ഞു. ഇവ മാർച്ച് 2026ഓടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും. ഇതിനായി ഏകദേശം 600 മുതൽ 650 കോടി രൂപയാണ് കമ്പനി ചിലവാക്കുന്നത്. ഈ B200 വിന്യാസത്തിലൂടെ മാത്രം വർഷം തോറും ഏകദേശം 250 കോടി രൂപയുടെ അധിക വരുമാനം കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്വന്തം ലാർജ് ലാംഗ്വേജ് മോഡൽ നിർമ്മിക്കുന്നതിനായുള്ള ഇന്ത്യ AI മിഷൻ പ്രവർത്തനങ്ങൾ ജനുവരി 2026 അവസാനത്തോടെ സജീവമായിട്ടുണ്ട്. ഇതിന്റെ വരുമാന പ്രതിഫലനം 4ാം പാദത്തിൽ വലിയ രീതിയിൽ പ്രകടമാകുമെന്ന് മാനേജ്മെന്റ് കരുതുന്നുണ്ട്. കൂടാതെ പേയ്മെന്റ് സൈക്കിൾ 3 മാസത്തിൽ നിന്ന് 1 മാസമായി കുറഞ്ഞത് കമ്പനിയുടെ പണമൊഴുക്കിനെ സഹായിക്കും. മാർച്ച് 2026ഓടെ പ്രതിമാസ വരുമാനം 35 മുതൽ 40 കോടി രൂപയായി ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. നിലവിൽ ഡിസംബർ മാസത്തിൽ ഇത് 28 കോടി രൂപയിൽ എത്തിക്കഴിഞ്ഞു. ഓഹരി വിപണിയിൽ മൾട്ടി ബാഗർ റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഒക്ടോബറിലാണ് ഓഹരി 3894 എന്ന ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചത്. 2024 500% ഉയർന്ന ഓഹരിയിൽ കഴിഞ്ഞ വർഷം 50% ഇടിവുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം വീണ്ടും 50% നേട്ടമാണ് നൽകിയിരിക്കുന്നതെന്ന് കാണാം. E2E നെറ്റ്വർക്ക്സ് ഒരു ഹൈ ഗ്രോത്ത് ഹൈ റിസ്ക് ഓഹരിയാണ്. കമ്പനിയുടെ അടിസ്ഥാന ബിസിനസ് ശക്തമാണെങ്കിലും നിലവിലെ വാല്യുവേഷൻ വളരെ കൂടുതലാണ്. വിപണിയിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടായാൽ അത് ഓഹരി വിലയിൽ പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒരുമിച്ചുള്ള നിക്ഷേപത്തെക്കാൾ വില കുറയുമ്പോൾ ഘട്ടം ഘട്ടമായി നിക്ഷേപിക്കുന്ന രീതിയാകും കൂടുതൽ അനുയോജ്യം.